ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാഗ് ഫെബ്രുവരി 2-ാം തീയതി കർത്താവിൻ്റെ സമർപ്പണ തിരുനാൾ ദിവസം. നമ്മുടെ കർത്താവ് ഈശോയുടെ സമർപ്പണ തിരുനാൾ 1997 ജോൺ പോൾ രണ്ടാമൻ പാപ്പ ദ വേൾഡ് ഡേ ഫോർ ദ കോൺസെക്രേറ്റഡ് ലൈഫ് എന്ന രീതിയിൽ സമർപ്പിത ജീവിതം നയിക്കുന്നവരുടെ തിരുനാൾ ദിവസം എന്ന രീതിയിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ സമർപ്പിതരുടെ വർഷമൊക്കെ ആചരിച്ചത് നമ്മൾ ഓർക്കുന്നുണ്ടാവും. ഈ സമർപ്പണം എന്ന് പറയുന്നൊരു വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈശോ ദേവാലയത്തിൽ സമർപ്പിക്കപ്പെടുന്നു എന്ന സംഭവമാണ് നമ്മൾ ഈ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെയൊക്കെ വായിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 22 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? മോശയുടെ നിയമം അനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കുവാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. കോൺസെക്രേറ്റഡ്, സെക്രാരെ. നമ്മൾ ഈ സക്രാരി എന്ന വാക്കൊക്കെ ഈ പരിശുദ്ധ കുർബാനിരിക്കുന്ന പേടകം സക്രാരി എന്ന വാക്കൊക്കെ സേക്രഡ് എന്ന വാക്കിൽ നിന്ന് വരും. സേക്രഡ് എന്ന വാക്കിന്റെ ലത്തീൻ രൂപമാണ് ഈ സക്രാരെ. സക്രാരെ വിശുദ്ധമാക്കി ആക്കുന്നു, അല്ലെങ്കിൽ വിശുദ്ധമായി ആക്കി മാറ്റുന്നു, ആ നിർബന്ധമായി വിശുദ്ധമാക്കി മാറ്റുന്നു എന്ന് പറയുന്നൊരു വാക്കാണ് നമ്മളതിൽ അവിടെ കാണുന്നത്. ഈ ക്വാദിയസ് എന്ന് പറയുന്ന വാക്കിനെ കുറിച്ച് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. അതിൽ നിന്നുമാണ് കുദാശ എന്ന വാക്ക് വരുന്നത്. ഒരു കാര്യത്തെ വേർതിരിക്കുക, ടു മേക്ക് സെപ്പറേറ്റ് ആൻഡ് ടു മേക്ക് ഹോളി. വേർതിരിക്കുക, വിശുദ്ധീകരിക്കുക, ഈ രണ്ട് അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ക്വാദിയസ് എന്ന് പറയപ്പെടുന്ന വാക്ക്. വിശുദ്ധീകരണം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം യഥാർത്ഥത്തില്. കോൺസെക്രേറ്റ്, ഈ കോൺസെക്രേറ്റ് എന്ന് പറയുന്ന സംഭവം നമ്മൾ കുദാശ എന്ന് പറയുന്ന സംഭവമായിട്ടും കണക്റ്റഡ് ആണത്. ഓരോ കുദാശകളിലൂടെയും നമ്മൾ നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുക. ജ്ഞാനസ്നാനത്തിലൂടെയാണ് നമ്മൾ പരമമായ സമർപ്പണം നമ്മൾ തുടങ്ങി വയ്ക്കുന്നത്. പിന്നെ അങ്ങോട്ട് ദിവ്യീകരണത്തിന് നമ്മൾ തന്നെ സമർപ്പിക്കുന്നു, വിശുദ്ധീകരണത്തിന്റെ ഉപസാരത്തെ നമ്മൾ തന്നെ സമർപ്പിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ സമർപ്പിച്ചുകൊണ്ട് സൈലവനെ സ്വീകരിക്കുന്നു, ഒരു സമ്പൂർണമായ സമർപ്പണ ജീവിതം കർത്താവിന് ബലിയർപ്പിക്കാൻ വേണ്ടി സമർപ്പിക്കുന്ന പൗരോഹിത്യം സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ വിവാഹ ജീവിതത്തിലൂടെ ദമ്പതികൾ പരസ്പരം സമർപ്പിച്ചുകൊണ്ട് ഒരു കുടുംബത്തിന് തുടക്കം കുറിക്കുന്നു. നമ്മളുടെ അസ്വസ്ഥതകളുടെയും രോഗാവസ്ഥകളെയും സമർപ്പിച്ചുകൊണ്ട് നമ്മൾ വിശുദ്ധീകരണവും സൗഖ്യവും ലഭിക്കാൻ വേണ്ടി രോഗിലേപനം സ്വീകരിക്കുന്നു. അങ്ങനെ ഈ കൂദാശയിൽ തന്നെ നമുക്ക് ഈ സമർപ്പണം കാണാൻ സാധിക്കും. ഈ സമർപ്പണം വ്യത്യസ്ത തലങ്ങളിലുണ്ട്. സ്ഥലം, വസ്തു, വ്യക്തി എന്നിവയെ നമ്മൾ സമർപ്പിക്കാറുണ്ട്. ചില സ്ഥലങ്ങളെ നമ്മൾ സമർപ്പിക്കുന്നു, നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൽ സ്ഥലം എന്ന് പറയുന്നതിനേക്കാൾ ആ സ്ഥലത്തിരിക്കുന്ന വസ്തു എന്ന രീതിയിൽ അൾത്താരെ എന്ന വസ്തുവിനെ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. തൈലം ഉപയോഗിച്ച് കൂദാശ പരിഭ്രമണം ചെയ്ത് സമർപ്പിക്കുന്നതാണ് ഈ അൾത്താര എന്ന് പറയുന്നത്. വ്യക്തിയെ സമർപ്പിക്കാറുണ്ട്. ഒരു പുരോഹിതനെ നമ്മൾ തൈലം ഉപയോഗിച്ചുകൊണ്ട് ജ്ഞാനസ്നാനം സ്വീകരിക്കും, സൈലവനെ സ്വീകരിക്കും. അതുപോലെ തന്നെ തിരുപ്പട്ടം സ്വീകരിക്കുന്നതിലൂടെ ആ സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് ഒരാൾ വരികയാണ്. പൂർണ്ണമായും അയാളെ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. സമർപ്പണം. ഈ സമർപ്പണം എന്ന് പറയപ്പെടുന്നൊരു കാര്യത്തിൽ ഈ തൈലം ഉപയോഗിക്കുന്നുണ്ട്, അൾത്താരെ സമർപ്പിക്കാനും എല്ലാം വേണ്ടി. പിന്നെ തിരുപ്പാത്രങ്ങളുടെ സമർപ്പണമുണ്ട്. അപ്പം പല രീതിയിലുള്ള സമർപ്പണം നമുക്ക് കാണാൻ സാധിക്കും. വീട്ടിലേക്ക് വരികയാണെങ്കിൽ തിരുഹൃദയ പ്രതിഷ്ഠയൊക്കെ നടത്തിക്കൊണ്ട് തിരുഹൃദയത്തിന് നമ്മുടെ വീടിനെയും കുടുംബത്തെയും സമർപ്പിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഒരു പുതിയ വസ്തു അല്ലെങ്കിൽ പുതിയ ഒരു വാഹനം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചാൽ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. സമർപ്പണം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്ത രീതികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ്. നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കും, എന്താണ് സമർപ്പണം? സമർപ്പണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഉടമ്പടിയാണ്. നമ്മൾ ഈ ദേവാലയത്തിലെ സമർപ്പണം വായിക്കുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ കാണുന്നത് ഒരു ഉടമ്പടിയാണ്. നേർച്ച കാഴ്ചകൾ സമർപ്പിച്ചുകൊണ്ട് അത് പൂർത്തീകരിക്കുന്നു. ആ വ്യക്തിക്ക് പകരം നേർച്ച കാഴ്ചകൾ സമർപ്പിച്ച് ഇങ്ങനെ പ്രാവൻ കുഞ്ഞുങ്ങളെ ചെങ്ങാരിയൊക്കെ സമർപ്പിച്ചുകൊണ്ട് സമർപ്പണം പൂർത്തീകരിക്കുക. ഉടമ്പടിയാണ്. എന്താണ് ഉടമ്പടി? ഞാൻ നിനക്കുള്ളവനാണ് എന്ന് പൂർണ്ണമായി ഞാൻ പ്രഖ്യാപിക്കുന്നു, ദൈവത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കുകയും ദൈവം അത് ഏറ്റെടുത്തിട്ട് നിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നുവെന്ന് നമ്മളോട് തിരികെ പറയുകയും ചെയ്യുന്ന പരസ്പരമുള്ളൊരു ഉടമ്പടിയാണ് സമർപ്പണം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പരസ്പരമുള്ള ഉടമ്പടി. ഈ ഉടമ്പടി എന്തിൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു? ഈ ഉടമ്പടി ദൈവിക പുണ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് നമ്മളെ തന്നെ നമ്മൾ സമർപ്പിക്കുന്ന ദൈവത്തിൽ നമുക്ക് സമ്പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ സമർപ്പണത്തിന് തുടക്കം കുറിക്കാൻ സാധിക്കുകയുള്ളൂ. സ്നേഹമാണ് ഈ സമർപ്പണത്തിൽ നിലനിൽക്കാൻ നമ്മളെ
പ്രേരിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്നേഹമില്ലെങ്കിൽ ഈ സമർപ്പണത്തിൽ നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകും. സമർപ്പണത്തിനൊത്ത രീതിയിൽ നമ്മൾ ജീവിക്കണമെന്നില്ല. പ്രത്യാശയാണ് സമർപ്പണത്തിന്റെ സമ്പൂർണ്ണ ബലം എന്ന് പറയപ്പെടുന്നത്. അതായത് ശരണപ്പെടുക എന്നുള്ളത്. ഒരാൾ ദൈവത്തിൽ ശരണപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾ സമർപ്പിതനല്ല എന്നാണ് അതിനർത്ഥം. അയാൾ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൽ ശരണപ്പെട്ട് മുമ്പോട്ട് പോകാം. ഇത് തന്നെ നമുക്ക് എൻ്റെ ഒരു നെഗറ്റീവ് സൈഡായിട്ട് കാണാൻ സാധിക്കും. നീ എന്തിനാണോ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് അതിനാണ് നീ നിന്നെ തന്നെ സമർപ്പിച്ചിരിക്കുന്നത്. നീ എന്തിനാണോ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് നീ അതിനാണ് നിന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നീ എന്തിനാണോ ഏറ്റവും കൂടുതൽ ശരണപ്പെട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനാണ് നീ നിന്നെ തന്നെ സമർപ്പിച്ചിരിക്കുന്നത്. അത് പണമാകാം, അധികാരമാകാം, പദവിയാകാം, അങ്ങനെ വ്യത്യസ്തങ്ങൾ, അല്ലെങ്കിൽ ആഡംബരങ്ങളാവാം, അങ്ങനെ വ്യത്യസ്തങ്ങളായ സുഖലോലുപതയാകും. ഈ എന്തിനെ കൂടുതൽ വിശ്വസിക്കുന്നു? ഞാൻ എൻ്റെ അധികാരത്തെ കൂടുതൽ വിശ്വസിക്കുകയാണ്. ഞാനൊരു അധികാരിയാണ്. ഞാൻ എൻ്റെ അധികാരം ഞാൻ എൻ്റെ പണത്തെ കൂടുതൽ സ്നേഹിക്കുകയാണ്, സമ്പത്തിനെ കൂടുതൽ സ്നേഹിക്കുകയാണ്. ഞാൻ എൻ്റെ അധികാരത്തിലും അധികാര ബലങ്ങളിലും പണത്തിലും ശരണപ്പെട്ടുകൊണ്ടാണ് ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓർത്തോണം, ഈ അധികാരത്തിനും പണത്തിലും ഒക്കെയാണ് നമ്മൾ തന്നെ സമർപ്പിച്ചിരിക്കുന്നത്. ഓരോരുത്തരുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് എന്തിനാണ്? നമുക്ക് അതിപ്പോൾ ഇപ്പം അത്ര പിടികിട്ടണമെന്നില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ സമയം എടുത്ത് ചിന്തിക്കുകയും നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മനസ്സിലാകുമ്പോൾ അതാണ് നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത്. അതിനോടാണ് നമുക്ക് സ്നേഹമുള്ളത്. അതിന് നമ്മളെ തന്നെ സമർപ്പിച്ചിരിക്കുക. നമ്മൾ എന്തിനാണ് ഒരു കാര്യം ഉണ്ടാവും, ജീവിതത്തിൽ ഒരു കാര്യം ഉണ്ടാകും, പ്രശ്നമാകും, പ്രതിസന്ധിയാകും, അല്ലെങ്കിൽ ഏതൊരു കാര്യം ഉണ്ടാകുമ്പോഴും ആദ്യം ഇത് സോൾവ് ചെയ്യാൻ, ഇതിൻ്റെ ഒരു സൊല്യൂഷന് വേണ്ടി ആദ്യം എൻ്റെ മനസ്സിലേക്ക് വരുന്ന കാര്യം എന്ത്? അതിനാണ് ഞാൻ ശരണപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിനാണ് ഞാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം നമ്മളിൽ ദൈവത്തിൽ സമർപ്പിച്ചിരിക്കുന്നു, ദൈവത്തെ വിശ്വസിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവത്തിൽ ശരണപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും പ്രാക്ടിക്കലി നമ്മൾ എന്തിൽ കൂടുതൽ വിശ്വസിക്കുന്നു, എന്തിനെ കൂടുതൽ സ്നേഹിക്കുന്നു, എന്തിനാണ് നമ്മൾ ശരണപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അതിനാണ് നമ്മൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് സമർപ്പണത്തെ ഈ മൂന്ന് വാക്കുകൾ, ഈ മൂന്ന് പുണ്യങ്ങൾ, ദൈവിക പുണ്യങ്ങൾ കൊണ്ടാണ് നമ്മളെ തന്നെ സമർപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം സമർപ്പണ തിരുനാൾ ആചരിക്കുമ്പോൾ ഈശോയെ വിശുദ്ധ ഔസേപ്പ് പിതാവും മാതാവും ചേർന്ന് ദേവാലയത്തിൽ സമർപ്പിക്കുന്ന സംഭവം വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കേണ്ടതാണ്, ഈ സമർപ്പണം സത്യത്തിൽ എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മുടെ ജീവിതത്തിലും കൃത്യമായും സാധ്യമാകണമെങ്കിൽ ഈ ദൈവിക പുണ്യങ്ങളെ കൂടുതൽ ഫോക്കസ് ചെയ്യുക, അതിനൊരു കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുള്ളത്. ഇപ്പം ഞാൻ ഒരു സമർപ്പിതനാണ്, ഒരു വൈദികനാണ്. എൻ്റെ സമർപ്പിത ജീവിതത്തിന് ഞാൻ മുന്നോട്ട് പോകുന്നത് ശരിയായിട്ടാണ് എന്നെനിക്ക് ഒന്ന് ഓഡിറ്റ് ചെയ്യണം, ഒന്ന് ക്ലാരിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് അനലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഒന്ന് വിലയിരുത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ എത്രത്തോളം ദൈവത്തിൽ വിശ്വസിക്കുന്നു. അത് നമുക്ക് അത്ര പിടികിട്ടണമെന്നില്ല. പക്ഷെ എത്രത്തോളം ഞാൻ ഈശോയെ സ്നേഹിക്കുന്നു, എത്രത്തോളം ഞാൻ ഓരോ കാര്യങ്ങളിലും ഈശോയിൽ ശരണപ്പെട്ടുകൊണ്ടാണ് എനിക്ക് ഈശോയെ നീയാണ് എൻ്റെ ബലം, വേറെ ഒന്നുമില്ല, എനിക്ക് അധികാരമില്ല, എനിക്ക് പണമില്ല, നീയാണ് എൻ്റെ ബലം, നിന്നിൽ ആശ്രയം അർപ്പിച്ചുകൊണ്ട് നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അത് ചെയ്യാൻ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എത്ര കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എത്ര തീവ്രമായിട്ട് നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നുണ്ട്. ഈ അളവിലാണ് നമ്മുടെ സമർപ്പണം ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കുറവാണെങ്കിൽ ആ സമർപ്പണത്തിന്റെ ജ്വലനവും സമർപ്പണത്തിന്റെ മഹത്വവും കുറഞ്ഞിരിക്കുന്ന നമ്മൾ കാണാൻ സാധിക്കുകയും ചെയ്യും. നമ്മൾ ഈ സമർപ്പണ തിരുനാൾ ആചരിക്കുമ്പോൾ നമ്മുടെ സമർപ്പണത്തെ ഒന്ന് വിലയിരുത്താനും കൂടുതൽ ആത്മാർത്ഥമായ സമർപ്പണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും സമർപ്പണത്തെ ജ്വലിപ്പിച്ചു നിർത്തുന്ന ദൈവിക പുണ്യങ്ങളെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിക്കുവാനുമുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളുടെ സമർപ്പണം, നമ്മൾ ഈ സമർപ്പിത ജീവിതം എന്ന് പറയുമ്പോഴത്തേക്കും വൈദികർക്കും സിസ്റ്റേഴ്സിനും വേണ്ടി മാത്രമുള്ളതല്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ദിവസമായിട്ടൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും എല്ലാ ക്രിസ്ത്യാനികളും സമർപ്പിതരാണ്. ജ്ഞാനസ്നാനം എന്ന കുദാശയിലൂടെ ഓരോരുത്തരും ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. പിന്നീട് ഓരോ കുദാശകൾ സ്വീകരിക്കുമ്പോൾ ഈ സമർപ്പണം ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ബോധ്യമാണ് ഓരോ വിശ്വാസിക്കും ഉണ്ടായിരിക്കേണ്ടത്. നമ്മൾ ഒരു ദിവസം ദേവാലയത്തിലേക്ക് കടന്നു വരികയും ദിവ്യബലിയിൽ പങ്കെടുക്കുകയും ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്തു നമ്മളാവുന്ന ദേവാലയത്തിലേക്ക് വീണ്ടും കടന്നു വന്ന് നമ്മൾക്ക് സമർപ്പിക്കപ്പെടുകയാണ്. ക്രിസ്തു നമ്മുടെ ഭക്ഷണമായി മാറിക്കൊണ്ട് നമുക്ക് സമർപ്പിക്കപ്പെടുക. ഔസേപ്പിതാവിന്റെ മാതാവിന്റെ കാര്യങ്ങളിലൂടെ ഈശോ ദേവാലയത്തിലേക്ക് വന്ന് ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന പോലെ നമ്മളാകുന്ന ദേവാലയത്തിലേക്ക് ഔസേപ്പിതാവ് മാതാവും ചേർന്ന് ഈശോയെ കൊണ്ടുവന്ന് നമുക്ക് സമർപ്പിച്ചു തരിക.
എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് നമ്മളതിനെ സമർപ്പിക്കാൻ വേണ്ടി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സമർപ്പണം നടക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതിന് വിളിക്കുന്ന പേരാണ് ഉടമ്പടി. കാരണം രണ്ടുപേരും ആ എഗ്രിമെന്റിലെത്തുകയാണ്, ഉടമ്പടിയിലെത്തുകയാണ്, ആ കവനന്റിലെത്തുകയാണ്. ഈ ബോധ്യം ആണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. ദൈവം നമുക്ക് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന ദിവ്യകാരുണ്യം ഉണ്ടായിരിക്കല് നമ്മൾ തിരിച്ച് ദൈവത്തിന് എത്രത്തോളം സ്വയം സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ചിന്തിക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. അത് സ്നേഹത്താൽ പ്രേരിതമായിട്ടുള്ള ഒരു ചിന്തയായിരിക്കുകയും ചെയ്യണം. അപ്പോൾ സമർപ്പണം സമ്പൂർണമായി സ്നേഹപൂർവ്വം സാധ്യമാകുന്നതിന് വേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.